നമസ്കാരം. ബിഗ് ബോസ് ഡേ 25th എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. ഇന്നത്തെ 1 hour എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ശ്രീരേഖയാണ് ആദ്യം കിച്ചണിൽ വന്ന് ഗ്യാസ് ഓൺ ചെയ്യുന്നത്. എന്നാൽ ഓൾറെഡി ഗ്യാസ് ഓൺ ആയിരുന്നത് ശ്രീരേഖയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ശ്രീരേഖ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വീണ്ടും ഓൺ ആക്കി നോക്കുന്നുണ്ട്. എന്നാൽ ഗ്യാസ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പുറകെ വന്ന യമുനയോട് ശ്രീരേഖ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓൾറെഡി ഗ്യാസ് ഓൺ ആയിരുന്നെന്നും അവരോട് പറയുന്നു. തൊട്ടുപുറകെ അർജുൻ, അപ്സര ഇവരൊക്കെ വന്നപ്പോൾ യമുന ചോദിക്കുന്നുണ്ട്, രാത്രി ആരെങ്കിലും കുക്ക് ചെയ്തോന്നും. ശ്രീരേഖ പറഞ്ഞു ഗ്യാസ് ഓൺ ആയിരുന്നു എന്നും. ഉടനെ തന്നെ ശ്രീരേഖ പ്രതികരിക്കുന്നുണ്ട്, എന്തിനു ചേച്ചി എപ്പോഴും എന്റെ പേര് പറയുന്നതെന്ന്. യമുന പറയുന്നുണ്ട്, ഗ്യാസ് ഓൺ ആയിരുന്നെങ്കിൽ സ്മെല്ല് വരില്ലായിരുന്നു, സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ഇതിന്റെ പേരിൽ രണ്ടുപേർക്കിടയിലും ഒരു തർക്കം നടക്കുന്നുണ്ട്. ഈ പ്രശ്നം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് യമുന പോയി മാറിയിരിക്കുന്നുണ്ട്. ശ്രീരേഖ വന്ന് ചോദിക്കുന്നു, എന്ത് പറ്റി ചേച്ചിന്ന്. എനിക്ക് കാലിന് വയ്യ, അതാണ് ഞാൻ മാറിയിരിക്കുന്നത്, നിങ്ങൾ കുക്ക് ചെയ്തോളൂ എന്ന് പറയുന്നു. ശ്രീരേഖ പറയുന്നുണ്ട്, എന്നാ എനിക്കും വയ്യ എന്ന്. അപ്പൊ യമുന പറയുന്നുണ്ട്, എന്നാ ശ്രീരേഖ പോയി മാറിയിരുന്നോളൂ എന്ന്. ഈ സീൻ കാണുമ്പോൾ ഓർമ്മ വരുന്നത് നന്ദനത്തിലെ പാറക്കുട്ടിയമ്മയുടെയും കാർത്തേനിയമ്മയുടെയും സീനാണ്. ഈ സീനിന് ശേഷം കറക്കം കാണാന്ന് പറയുന്നൊരു ടാസ്ക് ആണ്. അടുത്ത ബിഗ് ബോസ് ഹൗസിന്റെ ക്യാപ്റ്റൻ ആരാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ടാസ്ക് ആണ്. ഈ ടാസ്കിൽ ഒരു വലിയ പാത്രം നിറയെ ഫുഡുകളാണ്. ഏറ്റവും അധികം ഫുഡുകൾ ഫിനിഷ് ചെയ്യുന്ന ടീമായിരിക്കും വിൻ ചെയ്യുക. ഇതിൽ ഏറ്റവും അധികം ഫുഡ് ഫിനിഷ് ചെയ്യുന്ന ആൾക്ക് 3 പോയിന്റും തൊട്ട് പിന്നിലുള്ള ആൾക്ക് 2 പോയിന്റും ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്യുന്ന ആൾക്ക് 1 പോയിന്റും എന്ന രീതിയിലാണ് ബിഗ് ബോസ് പോയിന്റ്സ് നൽകിയിരിക്കുന്നത്. അങ്ങനെ പവർ ടീമാണ് ടാസ്ക് ആദ്യം ഫിനിഷ് ചെയ്യുന്നത്. പവർ ടീമിന് 3 പോയിന്റും ടീം 10 ടണൽ നെസ്റ്റിന് 2 പോയിന്റ് വീതവുമാണ് ലഭിക്കുന്നത്. ഈ വീക്കിൽ നടന്ന മത്സരങ്ങൾക്കൊടുവിൽ ഗബ്രി ജാസ്മിൻ ടീമായ ടണലാണ് ഹയസ്റ്റ് പോയിന്റ്. അങ്ങനെ ഇവരുടെ ടീമിൽ നിന്ന് ഒരാളായിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ അടുത്ത വീക്കിലെ ക്യാപ്റ്റൻ ആവുക. ആ ക്യാപ്റ്റൻ ആയിരിക്കും നെക്സ്റ്റ് വീക്കിലെ പവർ ടീമിനെ ചൂസ് ചെയ്യുക. ലൈവ് കണ്ടവർക്ക് അറിയാം, ഗബ്രിയും ജാസ്മിനും യമുനയെ ഒഴിവാക്കാനും ശ്രീരേഖയെ ക്യാപ്റ്റനാക്കി ഗബ്രിക്കും ജാസ്മിനും പവർ ടീമിലേക്ക് കയറാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. ടാസ്ക് ഒക്കെ കഴിഞ്ഞ് ഗബ്രി സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. തൊട്ടു പിന്നാലെ പട്ടി വിളിക്കുന്നു. പവർ ടീം ഗബ്രിക്ക് പണിഷ്മെന്റും കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ചുരിദാർ ധരിച്ച് മേക്കപ്പ് ചെയ്ത് ഒരു ലേഡി ഗെറ്റപ്പിൽ വരാനാണ് ഗബ്രിക്ക് കൊടുത്ത പണിഷ്മെന്റ്. നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുക്കുന്നത്, ടാർഗറ്റ് ഇഗ്നോർ പ്രൊട്ടക്ട് ടാസ്ക്. ആദ്യം തന്നെ ജാസ്മിൻ ചാടിക്കേറി വരുന്നുണ്ട്. പ്രൊട്ടക്ട് ടാഗ് ജാസ്മിൻ കൊടുക്കുന്നത് ആർക്കായിരിക്കുമെന്ന് ഉദ്ദേശാണല്ലോ, നമ്മുടെ ഗബ്രി തന്നെ. ടാർഗറ്റ് റസ്മിനാണ് നൽകുന്നത്. ബിക്കോസ് റസ്മിൻ വീട്ടിലുള്ളവരുടെ എല്ലാം ഇഷ്ടം പിടിച്ചുപറ്റി നല്ല ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പുറത്ത് റസ്മിന് ജനങ്ങളുടെ വലിയൊരു സപ്പോർട്ട് തന്നെ ഉണ്ടാവുമെന്നാണ് ജാസ്മിൻ പറയുന്നത്. റസ്മിന്റെ സപ്പോർട്ട് എന്താണെന്ന് നമുക്കല്ലേ അറിയൂ. ഓക്കെ, ലാസ്റ്റ് ഇഗ്നോർ എന്ന ടാഗ് നോറയ്ക്കാണ് ജാസ്മിൻ കൊടുക്കുന്നത്. ബിക്കോസ് നോറ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നോറയെ ജാസ്മിൻ ഇഗ്നോർ ചെയ്ത് വിട്ടിരിക്കുകയാണ് എന്നാണ് ജാസ്മിൻ പറയുന്നത്. അങ്ങനെ ഓരോ കണ്ടസ്റ്റൻസും വന്ന് അവരുടെ ടാഗുകൾ നൽകുന്നുണ്ട്. അതിൽ ജിൻഡോ ടാർഗറ്റ് എന്ന ടാഗ് നൽകുന്നത് ഗബ്രിക്കാണ്. ഗബ്രി ഒരു തരക്കേടില്ലാത്ത പ്ലെയർ ആണെന്നും എന്നാൽ നേർവഴി സഞ്ചരിക്കില്ല, എപ്പോഴും വളഞ്ഞ വഴിയായിരിക്കും ഗബ്രി തിരഞ്ഞെടുക്കുക എന്നുമാണ് ജിൻഡോ പറയുന്നത്. ഇതിനിടെ വെറും ഒരു വൃത്തികെട്ട ഷോ കാണിക്കുന്നുണ്ട് ഗബ്രി. തന്റെ കയ്യിലുള്ള ടാഗ് ഗബ്രിയെ ഒട്ടിക്കാൻ തുടങ്ങുന്ന ജിൻഡോയോട് തന്നെ സ്പർശിക്കരുത് എന്ന് ഗബ്രി പറയുന്നു. താൻ എന്നെ തൊടണ്ട, താൻ എന്റെ കയ്യിൽ തന്നാ മതി, ഞാൻ ഒട്ടിച്ചോളാം എന്ന് ഗബ്രി പറയുന്നു. ജിൻഡോ ഇപ്പോൾ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഗബ്രി വലിയ ഓവർ കോൺഫിഡൻസോട് കൂടിയാണ് നിൽക്കുന്നത്. ബിഗ് ബോസ് തന്റെ കൂടെ നിൽക്കുമെന്നാണ് അയാൾ പ്രതീക്ഷിച്ചത്. എന്നാൽ നിയമങ്ങൾ ഹൗസിലുള്ള എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ ഉള്ള ഗബ്രിയുടെ ഫേസ് ഒന്ന് കാണേണ്ടതായിരുന്നു. ഗബ്രിയോ ജാസ്മിനോ ആയിരിക്കും പവർ ടീമിലേക്ക് വരിക എന്നും അവരിൽ ആരെങ്കിലും ആയിരിക്കും ക്യാപ്റ്റൻ എന്നുമുള്ള ധാരണ ഉള്ളത് കൊണ്ട് തന്നെ മറ്റ് കണ്ടസ്റ്റൻസ് ആരും ഗബ്രിയുടെ ജാസ്മിന്റെ പേര് അധികമൊന്നും പറയുന്നില്ലായിരുന്നു. ഫൈനലി ടാസ്ക് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്താണ് ജാസ്മിൻ നോറയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ സംസാരം വലിയൊരു വാക്ക് തർക്കത്തിലേക്ക് പോകുന്നുണ്ട്. നോറയെ കുറിച്ച് താനൊന്നും സംസാരിക്കുന്നില്ല, എന്നാൽ മറ്റുള്ളവരോട് തന്നെ പറ്റി നോറ വൃത്തികേടുകൾ പറഞ്ഞു നടക്കുന്നുവെന്നാണ് ജാസ്മിൻ പറയുന്നത്. ഈ ഫൈറ്റിനിടയിൽ നോറ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ ഫോൺ നമ്പർ പുറത്തുനിന്ന് നിനക്ക് ആരാ തന്നേന്ന്. അപ്പൊ ജാസ്മിൻ
കുറച്ചു നേരം നിശബ്ദമായി നിൽക്കുന്നു. എന്നിട്ട് പതിയെ പറയുന്നുണ്ട്, പുറത്തുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ലെന്ന്. വീണ്ടും ഡോറ പറയുന്നു, പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഞാനുമായി റിലേറ്റ് ചെയ്ത കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ഫോൺ നമ്പർ നിനക്ക് ആരാണ് തന്നതെന്ന് വീണ്ടും ചോദിക്കുന്നു. ജാസ്മിൻ പിന്നെയും ഒന്നും പറയാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട്, മുന്നാക്കിയാണ് തന്നതെന്ന്. പുറത്തെ കാര്യങ്ങളൊന്നും ഇവിടെ വലിച്ചിടരുതെന്നും വീണ്ടും ജാസ്മിൻ ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ നിന്നും പുറത്തുനിന്ന് തന്നെ ജാസ്മിൻ നോറയെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ബിഗ് ബോസിൽ വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവർ തമ്മിൽ എന്തായിരിക്കും പുറത്ത് സംസാരിച്ചിട്ടുണ്ടാവുക? മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഓരോ എപ്പിസോഡിന്റെയും വിശേഷങ്ങൾ അറിയാൻ മീഡിയ സ്കോപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.